ഒരു ലെവലിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബി അവെയർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റ് അല്ല. എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല. ഓഫ് കോഴ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ്, അതല്ലെങ്കിൽ ഒരു ഫാമിലി മാറ്റേഴ്സ് ലൈക്ക് അതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നുള്ളത്. സോ നമ്മൾ കുറച്ച് പേർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായത് നമ്മൾ തലയിൽ എടുത്ത് വെക്കും അല്ലേ. കുറേ പേർക്കൊന്നും കൊടുക്കില്ല. ഇപ്പം സെലക്റ്റഡ് പീപ്പിൾസിനായിരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ എഫേർട്ട് ഇടലും ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കാറ് അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര കാര്യമായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതിനി എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ. ലൈക്ക് നമ്മളതിന് റിയാക്ട് ചെയ്യും. ഒബ്വിയാണ് അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം നമ്മളത് ചോദിക്കും, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. അപ്പം അവരെന്താ ചെയ്യുക, അതിനെ മനസ്സിലാക്കിയിട്ട് ഓക്കെ ശരി എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നല്ലേ പറയേണ്ടത്. പക്ഷേ അവരവരുടെ തെറ്റ് മനസ്സിലാക്കാണ്ട് അവരാ റിലേഷൻ, അതായത് ഈ റിലേഷൻ കട്ട് ഓഫ് ചെയ്തു. വേണ്ട, അവൾ റിയാക്ട് ചെയ്തു, എന്നോട് റിയാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവൾ വളർന്നോ, അങ്ങനെയുള്ള ഒരു ഇതിൽ അവർ ആ റിലേഷൻ കട്ട് ഓഫ് ചെയ്തു. പക്ഷെ നമ്മൾ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് വേറൊരാളാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മൈൻഡ് ആക്കാണ്ട് പോവുമായിരിക്കും. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ചോദിച്ചു പോകും എന്തിനാ. പക്ഷെ അപ്പം അവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ സോറി, വേണ്ട എനിക്കിത് വേണ്ട, ഇവള് റിയാക്ട് ചെയ്തു എന്നാൽ പിന്നെ വേണ്ട, റിമൂവ് ചെയ്യുന്നു, അൺഫോളോ ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, നമ്പർ ഡിലീറ്റ് ചെയ്യുന്നു, എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു അതിൻ്റെ പകുതി പോലും നമുക്ക് അവർ തിരിച്ചു തന്നിട്ടില്ല എന്നുള്ളൊരു സത്യമല്ലേ. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും തലയിലെടുത്ത് വെക്കരുത്, ഒരു ലെവലിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബി അവെയർ. ഇത്രയും പറയാനുള്ളൂ.